തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലകിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതലാ യൂദ തുടങ്ങിയിരിക്കുന്നത്. പോസ്റ്റുകാരൻ്റെ പക്ഷെ ആഴവാ. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ തുടങ്ങി അന്ത്യകാല വിഷയം വരെ പറഞ്ഞിരിക്കുക. 18-ാം വാക്യം 18 അന്ത്യകാലത്ത്. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ 25 വാക്യങ്ങളിൽ യൂദ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ യൂദ അത് നിങ്ങൾ എന്നേക്കാൾ പഠിത്തമുള്ളവരാ. ഇംഗ്ലീഷിൽ ജൂഡ് അല്ലേ? മലയാളത്തില് യൂദ. എബ്രായ ഭാഷ പഠിക്കുമ്പോൾ യഹൂദ. അങ്ങനെയാണ് നമ്മളിത് പഠിക്കുന്നത്. ഈ പേരിട്ടത് ആരാ? എന്റെ ഭാഷ എനിക്കറിയാൻ മേല, ആവശ്യമില്ലാത്ത ചോദ്യം. ഈ പേരിട്ടത് ആരാ? ആദാമോ? ഉറക്കെ പറ. അമ്മമാരോ? യാക്കോബിന്റെ ഭാര്യ ലേയ യാക്കോബിന് 4 പിള്ളേരെ ആദ്യം പ്രസവിച്ചു. മൂത്തവൻ രൂബേൻ, രണ്ടാമത്തവൻ ശിമയോൻ, മൂന്നാമത്തത് ലേവി, നാലാമത്തത് യഹൂദ. ഞാൻ ആ പേര് ആദ്യം പറഞ്ഞത് ഇംഗ്ലീഷ് ജൂഡ്, മലയാളത്തിൽ യൂദ നമ്മൾ വായിക്കുന്നു. എബ്രായ ഭാഷയിൽ യാക്കോബിന്റെ ഭാര്യ ലേയ ഇട്ടത് യഹൂദ. എനിക്കൊന്ന് ഗ്രീക്കിലാന്ന് തോന്നുന്നത് യൂദാസ്. അത് അത്ര നല്ല ഒരു സുഖമായിട്ട് നമ്മൾ പറയാം, അവനൊരു യൂദാസ. തന്നെ ഈ പേരിനോട് അങ്ങനെ വലിയ താല്പര്യം അതെ. അപ്പോൾ യാക്കോബിന്റെ ഭാര്യ ലേയായ ഈ പേര് ആദ്യം ഇടുന്നത്. ആ വാക്കിന്റെ അർത്ഥം എന്നാ? സ്തുതി. ഞാൻ ഇനി യഹോവയെ സ്തുതിക്കും. 4ാമത്തെ ചെറുക്കൻ ജനിച്ചപ്പം ലേയ പറഞ്ഞു, ഞാൻ ഇനിയും യഹോവയെ സ്തുതിക്കും. അപ്പൊ ഈ വാക്കിന്റെ ഒരർത്ഥം സ്തുതി. ഈ ചിലർക്ക് ചില പേരിടും, ആ പേരിനോട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതവും ഒന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ലതാ, അല്ലേ? കമലാക്ഷി, തെങ്ങ നോക്കിയ മാവേല. പേരെന്തുവാ? പേരും പ്രകൃതിയായിട്ട് യോജിക്കുന്നില്ല. പണ്ടൊരു ശുശ്രൂഷയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ നല്ലതുപോലെ വിശന്നു. ഒരു ഹോട്ടലിൽ കയറി, വിവരിക്കുന്നില്ല. ഭക്ഷണം കഴിച്ചപ്പം അത്ര പോരായിരുന്നു. മുട്ടക്കറിയിലെ മുടി ചുറ്റി. അതൊക്കെ ഞാൻ കണ്ട്. അത് പിന്നെ ഞാൻ എടുത്തങ്ങ് കളയും. മുടിയാന്ന് ഞാനങ്ങ് കളയും. അതൊന്നും വിഷയമല്ല. പക്ഷേ കല്ല് കടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക്. ചെല്ലു മുടി കൊണ്ടു കഴിഞ്ഞാൽ മുടി ഏറ്റവും നല്ലത്. എന്ത് ഭദ്രമായിട്ടാണ് കൊണ്ടുപോകണം. കുളിച്ചില്ലേലും നമ്മളതെല്ലാം തൂത്തും തുടച്ചു അല്ലേ? എന്ത് ഭദ്രമായിട്ട്. ഇപ്പൊ രാവിലെ എത്ര പേര് കുളിച്ചെന്നുള്ളത് ദൈവം തമ്പുരാനറിയാം. എന്നാലും എന്ത് വൃത്തിയായിട്ടാണ് കൊണ്ട് നടക്കുന്നേ. അപ്പം മുടി അത്ര നല്ലതാണെന്നാ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അതുകൊണ്ട് ഭക്ഷണത്തിലെ സഹോദരിമാരൊക്കെ ബന്ധപ്പെട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പം അതൊന്നും വലിയ വിഷയം എനിക്ക് തോന്നുന്നില്ല. ഞാനെടുത്തും കളയും. പക്ഷെ കല്ല് കടിക്കുമ്പം വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ കാര്യമായി പറയാന്. അപ്പം ഭക്ഷണത്തിലെ കല്ല് കടിച്ചു, പിന്നെ ബുദ്ധിമുട്ടായി. ഞാൻ ഇറങ്ങി വന്നപ്പം ഹോട്ടലിന്റെ പേര് ആനന്ദവിലാസം. ആനന്ദമില്ലാതാ ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. ഒരു മനുഷ്യനെ മാനേജർ അവിടെ ഇരിക്കുന്നു. ദേഹത്ത് ഷർട്ടോ ബനിയനോ ഇല്ല. ഒരു പഴയ തോർത്ത്, അത് തോർത്തും അത്ര നല്ലതല്ല. മുറുക്കി തുപ്പി ഇതിലെല്ലാം ഒലിച്ച്, പല്ലുമൊന്നും അധികമില്ല. ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ലോക്യമായിട്ട് ചോദിച്ചു, പേരെന്നാന്ന് എന്ന് പറഞ്ഞു, സുന്ദരൻ പിള്ള. അപ്പം ഹോട്ടലിന്റെ പേര് പോലെ അവിടെ നടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് പോലും അവിടെ
ഇല്ല. എന്നാൽ യൂദ അങ്ങനല്ല. യൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി, സ്തുതി. അപ്പോൾ ഈ ലേഖനം എഴുതിയ യൂദ ആ പേര് പോലെ ഈ ലേഖനവും അവസാനിപ്പിക്കുന്നത്. 24-25 വാക്യം വായിര്. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തിരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തെ സ്തുതിച്ചാണ് ഈ ലേഖനം നിർത്തിയിരിക്കുന്നത്. ആ പേര് പോലെ തന്നെ സ്തുതി. ആ ലേഖനം കൊണ്ട് പര്യവസാനിപ്പിക്കുമ്പോൾ സർവകാലത്തിന് മുമ്പ് അവിടുത്തേക്ക് തേജസ്സും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും ആ ആശയത്തിലാ ലേഖനം നിർത്തിയിരിക്കുന്നത്. എന്താ പേരുമായിട്ട് യോജിച്ചല്ലേ? സിസ്റ്ററുടെ പേരെന്നാ? കൃപ. അഭിഷേകം പ്രാപിച്ചല്ല, യോഗത്തിന് വരുത്തുമില്ല, വന്ന അവിടെ ഇരിക്കുകയും ഇല്ല, ഇരുന്നാലും വലിയ ഗുണോ. പേരെന്തുവാ? അമ്മാമ്മയുടെ പേരെന്നാ? എൻ്റെ പേര് മേഴ്സി. അമ്മായിയമ്മയെ തല്ലി ഇറക്കി വിട്ടു. അമ്മായിയമ്മ എവിടാ? അനാഥശാല. അമ്മാമ്മയുടെ പേരോ? ഉറക്കെ പറ. വീട്ടുപേരെന്താ? പീസ് കോട്ടേജ്. എന്നും പോലീസ് വരുവാ. വീട്ടുപേരെന്തുവാ? മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ ആ യൂദായെ ശ്രദ്ധിച്ചേ. ആ വാക്കിന്റെ അർത്ഥം സ്തുതി, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി. അതുപോലെ തന്നെ ഈ ലേഖനം കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചോ. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ. നിങ്ങൾ ആ ലേഖനം പഠിക്കുമ്പം തുടക്കവും ഒടുക്കവും പുള്ളി വളരെ സൂക്ഷിച്ചാ ചെയ്തിരിക്കുന്നത്. തുടക്കത്തിലുണ്ട് ഏകനാഥൻ. 1-ാം വാക്യം വായിച്ച്, 1-ഉം 2-ഉം വായിച്ച്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും വിളിക്കപ്പെട്ടും വായിക്കുന്ന നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും. 3-ാം വാക്യം 3-4. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരുന്നത് വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അവിടെ ഒരു പദം ഏകനാഥൻ. അപ്പൊ തുടക്കത്തിലെ പ്രയോഗം ശ്രദ്ധിച്ചേ, ഏകനാഥൻ. ഒടുവിൽ കൊണ്ട് നിർത്തുക ഏകദൈവം. എന്തോ ഈടുറ്റ ലേഖനമാ. ഒരേ ഒരു രക്ഷകൻ യേശുക്രിസ്തു, ഒരേ ഒരു ദൈവം, സർവശക്തനായ ദൈവം, ഒരേ ഒരു രക്ഷാമാർഗം യേശുക്രിസ്തുവിൽ കൂടി മാത്രം. അങ്ങനെയാണല്ലോ ഇത് പഠിപ്പിക്കുന്നത്. എല്ലാം ഒന്നല്ലേ? വിശ്വാസം ഒന്ന്, പ്രത്യാശ ഒന്ന്, സ്നേഹം, എല്ലാം ഒന്നാ. ഒരു പഴയ പാട്ടുണ്ട്. ട്യൂണ് ചിലപ്പോൾ അല്പം തെറ്റുമായിരിക്കും. അറിവുള്ളവർ ക്ഷമിക്കണം, അറിയാവുന്നവര് അത് നന്നായിട്ട് പാടിക്കോണം. നമുക്കൊരു പിതാവു തന്നെ, നമുക്കേവർക്കും കുടിയിരിപ്പതിനി സ്വർഗമൊന്നേയുള്ളൂ. നമുക്കേവർക്കും കൂടി. അച്ചായൻ നേരത്തെ CSIയിലായിരുന്നു, മാർത്തോമ. അതിന്റെ അറിയാനുണ്ട്. ബേച്ചാനും CSIയിലായിരുന്നല്ലോ. അപ്പൊ അവിടെ പാടുന്ന പാട്ടാ. ഒരു പിതാവ്, ഒരു ദൈവം.
നമുക്ക് നിങ്ങളിൽ ആരും നായകനെന്ന് പേരൊന്നും എടുക്കരുത്. ഒരുത്തൻ മാത്രമാണ് നമ്മുടെ നായകൻ. ആ നായകന്റെ വിശേഷത അവിടുന്ന് ജീവനായകനാ, അവിടുന്ന് രക്ഷാനായകനാ, അവിടുന്ന് വിശ്വാസത്തിന്റെ നായകനാ. നമുക്കൊറ്റ നായകനേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒറ്റ പരിശുദ്ധനേ ഉള്ളൂ, നീയല്ലോ ഏക പരിശുദ്ധൻ. അല്ലാതെ കിഴക്കൊരു പരിശുദ്ധനും പടിഞ്ഞാറിന്റെ ഒരു പരിശുദ്ധനും വടക്കിന്റെ ഒരു പരിശുദ്ധനും തെക്കിന്റെ ഒരു പരിശുദ്ധൻ കയറി വരികയൊന്നും ഇല്ല. ഒറ്റ പരിശുദ്ധനേ ഉള്ളൂ. സ്തോത്രം. ഒരേ ഒരു നായകൻ, ഒരേ ഒരു രക്ഷകൻ. ആട്ടെ, ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. അപ്പോൾ തുടക്കത്തിൽ ഏകനാഥൻ, ഒടുക്കത്തിൽ ഏക ദൈവം. ഈ ലേഖനത്തിന്റെ ആ വിശേഷതയാ ഞാൻ പറഞ്ഞത്. 25 വാക്യമുള്ളിൽ എന്ത് ആഴമേറിയ ലേഖനമാണ്. ഇനി ഈ ലേഖനത്തിന്റെ പ്രത്യേകതയിലെ ഈ ലേഖനം ഓർപ്പിച്ചല്ലോ, യൂദ എഴുതിയ ലേഖനമാ. ഏത് യൂദായ? യേശുക്രിസ്തുവിന്റെ സഹോദരൻ. 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. നിങ്ങൾ ആ സംബോധന ഒന്ന് ശ്രദ്ധിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസൻ, അങ്ങനെ പറഞ്ഞേക്കുന്നത്. യാക്കോബിന്റെ സഹോദരൻ. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ക്രിസ്തുവേശുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ. അമ്മയൊന്ന, ജനനം 2 വിധത്തിൽ. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശുവിനെ പ്രസവിച്ച് അനന്തരം അമ്മ വീണ്ടും പ്രസവിച്ചു. അമ്മയ്ക്ക് മക്കളുണ്ടായിരുന്നു. തെളിവിന് ഒത്തിരി വാക്യമുണ്ട്. മർക്കോസ് 6:3. ഒരു വാക്യം ഇപ്പം വായിച്ചാൽ മതി. ഇപ്പം അരി ബന്ധമെന്നെല്ലാം പിടിച്ച് ഞെക്കണ്ടല്ലോ, ഒരെണ്ണം ഞെക്കിയാൽ മതി. ഞെക്കാനായിട്ട് 6:3 മർക്കോസ്. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഒരു കാര്യം കൂടെ പറയാം. ക്ലാസ് ആണെങ്കിലും എനിക്കും നിങ്ങൾക്കും ഒരു ഗുണീകരണം ഉണ്ടാകണമല്ലോ. കർത്താവിനോട് ബന്ധപ്പെട്ട് പറയുക, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? കൊച്ചാക്കാൻ പറഞ്ഞൊരു പ്രയോഗമാ. എന്തുവാ? തച്ചൻ. കൊച്ചാക്കാൻ പറഞ്ഞതാ. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില സ്വഭാവ വൈകല്യങ്ങളുണ്ട്. ഞാൻ ഏതാണ്ട് വലുതാ, ഞാൻ ഏതാണ്ട് മിടുക്കനാ, മറ്റുള്ളവരൊന്നും അല്ല എന്നൊരു ചിന്ത ചില സന്ദർഭത്തിലൊക്കെ എന്നെ നിങ്ങളെ ഭരിക്കും. അങ്ങനെ ചിന്തയും ഭരണവും വരുമ്പം അതിനെ ശാസിക്കുകയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഞാനും നിങ്ങൾ ഒന്നുകൂടെ ക്രമപ്പെട്ടോണം. ഇവൻ മറിയയുടെ മകൻ. മറിയ. നമ്മളും ഇവിടുത്തെ രീതി അറിയത്തില്ല. ഇവിടെയൊക്കെ ബ്രദറെ സിസ്റ്റർ എന്നൊക്കെ വിളിക്കും, കുഴപ്പമില്ല. നാട്ടിലൊക്കെ അല്പം കാശും പുത്തനും ചുറ്റുപാടും മിടുക്കും ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ അമ്മച്ചിയെ കയറി മറിയാമ്മ കൊച്ചമ്മ. ഏതാ? തെക്കേ തുണ്ടിയിലെ മറിയാമ്മ കൊച്ചമ്മ. കാശുമില്ല, കളറുമില്ല, വലിയ പ്രകൃതമൊന്നുമില്ലെങ്കിലും പറയാം തങ്ക സഹോദരിയും വന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇരിപ്പ് കണ്ടിട്ട് പറയാനാ സാധ്യത. അല്ല, ഭയങ്കര ക്ലാസ്സാ. ഞാൻ ഒരു 2 മിനിറ്റ് താഴോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. അല്പം പിടിപ്പും സമ്പത്തും കളറും നിറവും സ്റ്റാറ്റസും പൊസിഷനൊക്കെ നന്നായിട്ടുണ്ടെ പറയും വാത്സല്യ അവറാച്ചായൻ വന്നിട്ടുണ്ട്. ഈ പറയപ്പെട്ട വിശേഷതകളൊന്നും ഇല്ലാത്ത ഒരാളാണ് പറയും മത്തായി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടുണ്ട്. മത്തൻ സഹോദരൻ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? ഈ പ്രയോഗമാണ് ഇവിടെ. ഇവൻ മറിയയുടെ മകനും. പറഞ്ഞു വന്നു പറയാ,
തച്ചനല്ലേ കൊച്ചാക്കാൻ പറഞ്ഞതാ. ഒരു കാര്യം പറയാം, നിന്നെ ആര് കൊച്ചാക്കാൻ നോക്കിയാലും ദൈവം നിന്നെ ഉയർത്താനും മാനിക്കാനും പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ സമയമാകുമ്പം അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തുവാൻ ബലമുള്ള ഭുജത്തിന്റെ കീഴിൽ. സ്തോത്രം. പാസ്റ്റർ 9:47 ബാക്കി എനിക്ക് ഇങ്ങനെ അടുക്കടുക്കായിട്ട് പറയണമെങ്കിൽ ഒരു പൊടിച്ചാൻ പറഞ്ഞ് നമുക്കൊരു 10 ദിവസം ക്ലാസ് വെക്കണമെന്ന്, അല്ല കുറച്ചേറെ സമയമൊക്കെ കിട്ടിയെങ്കിൽ ഇപ്പം മുഖവരെ പറയാൻ പോലും. എന്നാലും സമയം നന്ദി കേട്ടോ, ദൈവമേ, ഒത്തിരി ഒത്തിരി നന്ദി. ദൈവം അനുവദിച്ച സഹായത്തിനും അല്പം സംസാരിക്കാം. ഒന്നും പറയാനൊക്കത്തില്ലെങ്കിലും കിട്ടുന്നല്ല. പിന്നൊരു കാര്യമുണ്ട്, ഒരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് ദൈവശക്തിയുണ്ട്. അല്ല പറയണ്ട, യഹോവ അവനെ നോക്കി, അന്നേരം അവൻ ബലപ്പെട്ടല്ലോ. നോക്കിയാൽ മതി, ബലപ്പെടും. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, വിടുതല. അതുകൊണ്ട് ഈ ക്ലാസ് ദൈവം 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഇല്ല 47, 50 അല്ലേ പറഞ്ഞു? 55ആണോ? ഓ 50 ഞാൻ. ആ അപ്പൊ ശ്രദ്ധിക്കുക, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നുണ്ടോ? ഇല്ല ഇല്ല. യാക്കോബ്, യോസെ, യൂദ, ശിമോൻ. ശിമോൻ ഷീന്നില്ല. അതാ 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 ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ. ഈ വേദപുസ്തകത്തിൽ ശിമോനുണ്ട്, ഷീമോനുണ്ട്, ഷിമ്യോനുണ്ട്. പ്രയോഗമൊക്കെ ശ്രദ്ധിച്ചോണം. ഓരോ വാക്കിനും ഓരോ അർത്ഥമാ. അതുകൊണ്ടാ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ. ഇനി ഈ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 1-ാം വാക്യം, യേശുക്രിസ്തുവിന്റെ ദാസനും. പരിചയപ്പെടുത്തുന്ന വിധം കണ്ടോ? യേശുക്രിസ്തുവിന്റെ ദാസൻ. ഞാനോ നിങ്ങളോ ആയിരുന്നു എങ്ങനായിരിക്കും പരിചയപ്പെടുത്തുന്നേ? അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത്? ഒന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലൊന്നും അങ്ങനൊന്നും അല്ല, നന്നായിട്ടൊന്ന്. ബ്രദർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നമ്മൾ അങ്ങനെ പറയുള്ളൂ. പക്ഷേ പരിചയപ്പെടുത്തിയത് യേശുക്രിസ്തുവിന്റെ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, യാക്കോബിന്റെ സഹോദരൻ. അതങ്ങനെ പറയാൻ കാര്യം, ആ കാലയളവിൽ സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളിൽ ഒരാളാണ് യാക്കോബ്. തൂണ്. ഈ ലേഖനം ആൾക്കാരൊന്ന്, എൻ്റെ ഭാഷയാ, യൂദ എഴുതിയ ലേഖനം ഒന്ന് വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെങ്കിൽ യാക്കോബിന്റെ ബ്രദറാന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ. പിന്നെ എന്നോട് ചോദിച്ചു എവിടാ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു ജോർജ് മാത്യുവിന്റെ വീട്ടിലാ. എന്നാ വലിയ തരക്കേടില്ലെന്നാ പറഞ്ഞെന്റെ. അല്ല, യോ നമ്മുടെ ആൾക്കാർ കൊള്ളാം, നല്ല ആരാന്നൊന്നും ചോദിക്കരുത്. വെളിയിലൊക്കെ ചെന്ന ആരാ ഇറക്കിയത്, അതിനനുസരിച്ചാ പിന്നെ ബാക്കി ട്രീറ്റ്മെന്റ്. എന്നോട് ചോദിച്ചാൽ ആരെ ഇറങ്ങി? ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഇനി വരുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഈ പരിചയപ്പെടുത്തിയപ്പോൾ യാക്കോബിന്റെ സഹോദരൻ, യേശുക്രിസ്തുവിന്റെ ദാസൻ. ഇനി ആ ഒരു അവിടെ നിന്ന് ഒന്ന് ക്ലാസ് അല്ലേ, ഈ 2 വാക്യം പഠിക്കുമ്പം ഒന്ന് അദ്ദേഹത്തിന്റെ ആ വിനയം, താഴ്മ, ഇതെല്ലാം ഈ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ മനോഭാവം. നമ്മളെല്ലാം ക്ലാസ്സിൽ ഇരിക്കുക, നമ്മുടെ മനോഭാവം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. മനോഭാവം. ആ വാക്യത്തിൽ 2 മനോഭാവം വെളിപ്പെടുകയാ. അത് ഞാൻ 2 കാര്യം. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ദാസന.
എൻ്റെ ചേട്ടൻ്റെ, അങ്ങനെയല്ലല്ലോ പറഞ്ഞു. ദാസൻ, ഈ ദാസൻ എന്ന് പറഞ്ഞാൽ എന്നാ? കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി, എന്തോ അതിന്റെ അർത്ഥം? ശരിയായ പ്രയോഗം പറഞ്ഞ ദാസൻ സെർവന്റ് അല്ല. സെർവന്റിന് ശമ്പളം കൊടുക്കും അല്ലേ? ഇല്ലേ? കൊടുക്കുകയല്ലേ? കൊടുക്കാത്തവരും കാണും, കൊടുക്കാത്തവരും. പക്ഷെ ദാസന് ശമ്പളമൊന്നുമില്ല. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ അവൻ അടിമയാ, അടിമയാ. എന്തോ ഈ ദാസന്റെ വിശേഷത? അവൻ എപ്പോഴും യജമാനനെ വാച്ച് ചെയ്താ നിൽക്കുന്നത്. അവന്റെ ദൃഷ്ടി, ചിന്ത, വിചാരം, വികാരം, നോട്ടം എല്ലാം യജമാനനില്ല. ഇല്ലേ? യജമാനൻ അവനോട് പറയണ്ട. യജമാനന്റെ മുഖഭാവം കാണുമ്പോൾ അറിയാം യജമാനൻ എന്തുവാ ഉദ്ദേശിക്കുന്നെന്ന്. അതെ. ഇപ്പം അടിമയും യജമാനനും ദാസനും കൂടെ പോവുക. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ അടിമയാന്ന് വെച്ചു ഒരുത്തനെ, ബാഗ് ഇവിടെ ഇരിക്കുക. ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ അന്നേരം ബാഗ് പറയുമൊന്നും വേണ്ട, എടുക്കടാ ബാഗ്, കൂടെ കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ വെക്കുമ്പോ അവനറിയാം ചൂടുവെള്ളം അറിയാം. അതാ അടിമ. കർത്താവ് കൂടെ കൂടെ ഒന്നും പറയുമൊന്നും വേണ്ട. പാലക്കാട്ട് നിന്നൊരു പ്രവാചകൻ വന്ന് പറഞ്ഞു, ചെങ്ങന്നൂരിൽ നിന്നൊരു പ്രവാചകി വന്ന് പറഞ്ഞു, കൂടൽ കുഞ്ഞു പറഞ്ഞു, വാരി ഒന്നും കൂടെ കൂടെ പറയണ്ട. നിനക്കറിയാം യജമാനന്റെ ഉദ്ദേശം എന്നാന്ന്. അറിയാം. അതാ അടിമ. പഴയൊരു പാട്ടുണ്ട്, എന്നെന്ന് ഞാൻ. അതാ അടിമ, അതാ ദാസൻ. ഇത് നമ്മളോട് കൂടെ കൂടെ പറയണം. വെള്ളം കൊണ്ടുവാടാ, ചൂടുവെള്ളം കൊണ്ടുവാടാ, കട്ടിൽ വിരിച്ചിട്ടോടാ, ഷൂസ് തുടച്ചോടാ. അടിമയോട് ഇതൊന്നും പറയണ്ട, എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കുക. ആ സങ്കീർത്തനത്തിലെ പ്രയോഗം, ദാസന്മാരുടെ കണ്ണ് നോക്കി നിൽക്കുക. ഈ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് തെറ്റുകാരനെ തിരുത്തണേ, വിക്ടോറിയ രാജ്ഞിയുടെ കയ്യിൽ എപ്പോഴും, ആ വിക്ടോറിയ രാജ്ഞി പോലെ ഇവിടെ കടന്നു പോയ എലിസബത്ത് രാജ്ഞിയുടെ ഒരു ബാഗ് ഉണ്ട്. അത് അവർക്കറിയാം, ചുമ്മാ കൊണ്ടു നടക്കല്ല ബാഗ്. ആ ബാഗ് അവർ പിടിക്കുന്ന വിധം കാണുമ്പം കൂടെ ഉള്ളവർക്കറിയാം ഇപ്പൊ അവരെന്തുവാ. ഈ കയ്യിൽ നിന്ന് ബാഗ് ഇങ്ങനെ കയ്യിലോട്ട് മാറ്റുമ്പോൾ അവർക്കറിയാം രാജ്ഞി എന്താ ഉദ്ദേശിച്ചേക്കുന്നത്. അവരത് ചെയ്യും. ഞാൻ വായിച്ചത്, എപ്പോൾ ഈ ബാഗ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് എല്ലാവർക്കും കൈ കൊടുക്കാൻ പുള്ളിക്കാർക്ക് താല്പര്യം. ബാഗ് ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ കൈ തരാൻ പറയുകയല്ലോ, ഒരു വശമാണ്. ആ ബാഗ് ഈ കൈ മാറ്റുമ്പോൾ താഴെ വെക്കുമ്പോൾ എടുക്കുമ്പം വെക്കുന്ന വിധം എല്ലാം കാണുമ്പം അവർക്കറിയാം ഇപ്പൊ ഉദ്ദേശിക്കുന്നത് എന്നാണ്. പറയത്തില്ല, അവർക്കറിയാം. നമ്മുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കായിരിക്കണം. അവിടുത്തെ നോട്ടം, ഭാവം, ചിന്തയൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കണം എന്തുവാ ഉദ്ദേശിക്കുന്നെന്ന്. ഈ യൂദയും സഹോദരന്മാരും നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ഇവരെ ഒരു വീട്ടിലാ ജീവിക്കുന്നതും വളർന്നതുമൊക്കെ. പക്ഷെ ആരംഭ സമയത്ത് യേശു ക്രിസ്തുവിൽ ഇവരാരും വിശ്വസിച്ചില്ല. സഹോദരന്മാര് നമ്മുടെ ജീവിതത്തിലും അങ്ങനുണ്ട്. നമ്മളെ വീട്ടുകാർക്ക് വലിയ താല്പര്യം എല്ലാവരുടെയും കാര്യമല്ല, എല്ലാവരുടെയും കാര്യമല്ല. പക്ഷെ യൂദായിക്ക് അല്ലെങ്കിൽ യാക്കോബിന് ഒക്കെ ആരംഭ സമയത്ത് യേശുവിൽ അത്ര വലിയ വിശ്വാസമൊന്നും. അതിന്റെ കാരണം ഞങ്ങളുടെ ബ്രദർ വീട്ടിലില്ലയോ താമസിക്കുന്നത്, മൂത്തയേട്ടനാ. ഈ ഒരു മനോഗതിയായിരുന്നു ആദ്യം. നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ലെന്ന് വായിക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ 7:5.
വിശ്വസിച്ചില്ല. അപ്പോൾ ആരംഭ സമയത്ത് യേശുവിന്റെ സഹോദരന്മാരും യേശുവിൽ അങ്ങനെ വിശ്വസിച്ചില്ല. യാക്കോബ്, യോസെ, യൂദ, ശിമോൻ. തന്നെയല്ല, വേറൊരു പദമുണ്ട്. ഇടയ്ക്ക് ഇവരെല്ലാം കൂടെ ചേർന്ന് ചാർച്ചക്കാരവനെ കയ്യേറ്റം ചെയ്യാനും ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് കണ്ട. മർക്കോസ് 3:21 വായിച്ചേ. പിന്നെയും അവന്റെ ചാർച്ചക്കാർ അത് കേട്ടു, അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞു അവനെ പിടിപ്പാൻ വന്നു. അതാ, കയ്യേറ്റം ചെയ്യും. പട്ട ചേട്ടനാന്നേലും അങ്ങനെ നമ്മളെ പറ്റും പറഞ്ഞില്ലേ. നമ്മൾ ആ ആത്മീയ തീക്ഷണത വന്ന വീട്ടുകാർ തന്നെ പറഞ്ഞ എന്നാന്നോ, ഞങ്ങളുടെ തങ്കച്ചന് ഇച്ചിരി ഇളക്കവാന്നാ പിള്ളേര് പറയല്ലേ, ഞങ്ങളുടെ മമ്മിക്ക് ഏതാണ്ട് ഒരു ചെറിയ സ്ക്രൂ, അങ്ങനൊക്കെ പറയും. നമ്മളെ ആത്മീകത്തിന്റെ ആ ഉച്ചസ്ഥായിയിലെ കർത്താവിനോടുള്ള ബന്ധത്തിൽ പോകുമ്പം വീട്ടുകാർ പറയും വട്ടാ അല്ലേ, പറയല്ലേ ഞങ്ങളുടെ പപ്പായ്ക്ക് വട്ടാ പാസ്റ്റർ, പിന്നെ ഞങ്ങൾ മിണ്ടുന്നില്ലെന്നേ. അല്ല, ആത്മപൂർണ്ണ പ്രാർത്ഥന ഭ്രാന്ത അപ്പൊ ആത്മപൂർണ്ണ പ്രാർത്ഥന. ഒരിക്കലെ യോരാം ചികിത്സയ്ക്ക് വന്നിരിക്കുന്നു. മട്ടുപ്പാവിലേക്കൂടെ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരോട്ട് നോക്കിയപ്പോൾ പൊടി പറക്കുന്നു. പൂഴി ഇങ്ങനെ പറക്കുന്നു. പൂഴി പറന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ പൂഴി മാത്രമല്ല, ഒരു രഥത്തിന്റെ കൊടി പറക്കുന്നു. അപ്പൊ സൂക്ഷിച്ച് നോക്കിയപ്പോൾ രഥവും കൊടിയും കൂറയും എല്ലാം കൂടി ഇങ്ങോട്ട് വരിക. അപ്പോൾ കൂടെയുള്ള പറഞ്ഞ്, കണ്ടിട്ട് നിംഷിയുടെ മകനാകുന്ന യേഹു വരുന്നത് പോലെ തോന്നുന്നെന്ന്. അപ്പൊ കൂടെ നിന്ന് പുള്ളി ചോദിച്ചു, മെസ്സേജ് വല്ലതും വന്നായിരുന്നോ? വാട്സപ്പിനകത്ത് വല്ലതും മിസ് കോള്? ഇല്ലില്ലില്ല, അതേ ഭ്രാന്തം വരുന്നത് പോലെ വരുന്നെന്ന്. നമ്മളെ കണ്ടാൽ അങ്ങനൊന്നും ആ ഇരിപ്പ് കണ്ട കടുപ്പമുള്ളൊരു ചായ ഇപ്പൊ കൊടുക്കാൻ തോന്നും. അതുപോലെ ക്ഷീണിച്ചാ വന്ന് കടുപ്പത്തിലൊരെണ്ണം കൊടുത്താൽ പുള്ളിയുടെ ആ ക്ഷീണം അങ്ങ്. ഈ ചിലരുടെ ആരാധനയ്ക്കുള്ള നോട്ടം ഇരിപ്പം കാണുമ്പം ഇവங்க സങ്കടമല്ല ഞാൻ ചെയ്യാൻ. ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ ഇതിൽ ബലമൊക്കെ ഉണ്ട്. ഞാൻ കൃപയാല വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കഴിച്ചതാ, ഇതുവരെ കഴിച്ചില്ല. അതിന്റെ കാര്യം പറഞ്ഞതല്ല, പക്ഷെ നല്ല ബലമാ, നല്ല ബലമാ. അവിടുന്ന് അനുവദിക്കാൻ ഒരു 3-4 മണിക്കൂർ നിന്ന് സംസാരിക്കാം. ബലമാ. അത് മാനുഷിക ബലമല്ല, ദൈവിക ബലമാ. ഇന്നലെ ഒരാൾ പറഞ്ഞു, കണ്ടാൽ തോന്നുകയല്ലെന്ന് പറഞ്ഞു. കണ്ടാല് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അതാ. അപ്പോൾ ഇവൻ പറഞ്ഞു, കണ്ടിട്ട് നിംഷിയുടെ മകൻ യേഹൂ രഥം തെളിക്കുന്നത് പോലെ ഇരിക്കുന്നു. എങ്ങനെ അറിയാം? അയ്യോ, ഭ്രാന്തം വരുന്നത് പോലെ വരുന്നെന്ന്. നീ ആരാധനയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ മറ്റുള്ളവർ പറയണം. സ്തോത്രം. അല്ലാതെ പറയരുത്, ഓ ഗതികേട് പിടിച്ചൊരുത്തം വന്നിരിപ്പുണ്ട്. അങ്ങനല്ല, ഭ്രാന്തം വരുന്നത് പോലെ വരുന്നു. അല്ല, ഒഴിക്കാൻ വന്ന പുള്ളിക്കും ഭ്രാന്തായിരുന്നല്ലോ. എലീശായോട് പറഞ്ഞു, നീ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് പെട്ടെന്ന് പോകണം. നായകന്മാരെല്ലാം കൂടി ഇരിപ്പുണ്ട്, പടയാളികൾ ഇരിപ്പുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ നിംഷിയുടെ മകനാകുന്ന യേഹുവിനെ കാണും. നീ അവനോട് അവൻ അടുത്ത് ചെന്ന് അവനെ അകത്ത് കയറ്റി ഈ തൈലക്കൊമ്പിലെ തൈലം അവന്റെ ശിരസിലൊടിക്കണം. അവൻ എലീശ നിയോഗത്തോടെ വന്നപ്പോൾ യേഹുവും മറ്റുള്ളവരും കൂടെ ഒന്നിച്ചിരിക്കുക. അവൻ നിംഷിയുടെ മകൻ യേഹുവിനെ കണ്ടിട്ട് എലീശ പറഞ്ഞു, നായക, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. ചോദിച്ചു, ആരോടാ? നിന്നോട് തന്നെ. എന്നാ പറഞ്ഞു, ഇല്ലില്ല, അകത്തോട്ട് വരാൻ. വിളിച്ച് അകത്ത് ഉൾമുറി കൊണ്ടുപോയി അവന്റെ ശിരസിലോട്ട് തൈലം അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഭ്രാന്ത്. അല്ല, എലീശ ഒഴിച്ചാച്ച് തിരിച്ചു പോയപ്പോ കൂടെ ഉള്ളവർ ചോദിച്ചു, യേഹുവേ, ഓ ആ ഭ്രാന്തൻ എന്നാ വന്ന് പറഞ്ഞേച്ച്. അതാ. അപ്പൊ ഒഴിക്കാൻ വന്നവന് ഭ്രാന്ത്, ഇത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വീണവന് നമുക്ക് ഒരു ഭ്രാന്തും. നല്ലത്. അപ്പൊ ഒഴിക്കാൻ വന്നവന് ഭ്രാന്ത്, ഇത് വീണ് കഴിഞ്ഞപ്പോൾ വീണവനും ഭ്രാന്ത്. നമ്മള് വീണെന്നും പറഞ്ഞായിരിക്കുന്ന പാസ്റ്റർ ഞാൻ അഭിഷേകം പ്രാപിച്ചത് എന്ന് 82 എന്നിട്ട് ഇപ്പൊ നീ പടലി വെട്ടിച്ചിരിക്കുകയാണല്ലോ 82.
82 ഇപ്പൊ ഇരിക്കുന്ന എങ്ങനെയാ? നല്ല ആരാധന ഇവിടെ നടക്കുമ്പോ 82 ഇരിക്കുക. ഇവിടെ ആരാധനയ്ക്ക് വന്നാൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താൻ കൊടുക്കുന്നവരല്ല. നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. ഞാന് എന്താണ് ആരാധന, ആരാ ആരാധിക്കേണ്ടത്, എങ്ങനെ ആരാധിക്കണം, അതൊക്കെ എനിക്ക് പറയാൻ ഇഷ്ടമാണ്. വെളിപ്പാട് പുസ്തകം എടുക്കണ്ട 7-ാം അധ്യായത്തിൽ വായിക്കുന്നത് അവര് കുഞ്ഞാടിനെ ആരാധിച്ചെന്നാ. ആരാധിച്ചവരുടെ ലക്ഷണമുണ്ട്. 2 പ്രയോഗമാ. ഒന്ന്, അവരുടെ കയ്യിൽ കുരുത്തോല. അവരുടെ കയ്യിൽ കുരുത്തോല. അതെന്തിനാ കുരുത്തോല? കുരുത്തോല എന്തിനാ കാണിക്കുന്ന? പക്ഷേ കുരുത്തോല ഈ ചെറിയ ബോൾ ഉണ്ടാക്കാനാ. അങ്ങനെ ചെറുത് ഓല കൊണ്ട് ഓലപ്പന്ത് ഉണ്ടാക്കി ഞങ്ങൾ സൺഡേ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, മിക്കടത്തും അതാണല്ലോ. വാക്യങ്ങൾ എടുപ്പിക്കാൻ നേരമില്ല. കുരുത്തോല ജയത്തെ കാണിക്കുന്നതാ. നമ്മുടെ കർത്താവ് യെരൂശലേം പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഒലിവ് വൃക്ഷത്തിന്റെയും പച്ച മരത്തിന്റെയും കമ്പുകളെല്ലാം കൂടെ വെട്ടിവെതറി കുരുത്തോല അവൻ ജയാളിയായിട്ട്, ഇതാ നിന്റെ കർത്താവ് ജയാളിയായി കഴുതപ്പുറത്ത് കയറി വരുന്നു. അത് ജയത്തെ കാണിക്കുന്നതാ. എന്ന് പറഞ്ഞാൽ ആരാധിക്കേണ്ടത് ആരാധന, ജയമെടുത്തവൻ ആരാധിക്കണം. പാപത്തെയും ലോകത്തെയും ജഡത്തെയും ലോകമോഹങ്ങളെയും ലോക ഇമ്പങ്ങളെയും ലോക മോടികളെയും ജയമെടുത്ത വിശുദ്ധന്മാർ വേണം ദൈവത്തെ ആരാധിക്കാൻ. പിന്നെ അവിടെ നിങ്ങൾ യോജിക്കുകയല്ല. നിങ്ങൾ അത് കണ്ണിക്കുമെന്ന് എനിക്കറിയാം. കണ്ണിച്ചോണ്ടിരുന്നോ ഞാനിപ്പം പോവും. അവരുടെ ഡ്രസ്സിനെ പറ്റി എഴുതിയേക്കുന്നത് എങ്ങനെയാ അമ്മാമേ? ഡ്രസ് 7-ാം അധ്യായത്തിൽ വെളിപ്പാട് കയ്യിൽ കുരുത്തോലയും പിടിച്ച് വെള്ള നീലയങ്കിന്നല്ലേ? വായിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഇവര് പ്രകൃതി ഒന്ന് വെള്ള നിലയങ്കി, കയ്യിൽ ആരാധനയ്ക്ക് വരുമ്പോഴേ വസ്ത്രത്തിലുമൊക്കെ ഉണ്ടെന്ന് നമ്മളുടനെ പറയും വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ. പിന്നെ എന്ത് കീറിയാ ചരിക്കുക. അകത്തും പുറത്തും ഒരുപോലെ വേണം. ഇത് രണ്ടും കർത്താവ് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ കിണ്ടുകിണ്ണങ്ങളുടെ പുറം അകത്തോ. അപ്പൊ അതിന്റെ വാച്യാർത്ഥം അകവും പുറവും വെടിപ്പാക്കുന്നത് കർത്താവിന് ഇഷ്ടമാണ്. രണ്ടും ഇഷ്ടമാണ് അവിടത്തേക്ക്. അതെ, തെളിവിനൊരു വാക്യം തരാം. ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും രണ്ടും തെളിവ്. എബ്രായ ലേഖനം 10:19 മുതൽ വായിച്ചേ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ അറിവുള്ള വാക്യം ഓടിച്ചു വായിച്ചു പെട്ടെന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന ദിശയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തും ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവര് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണതയും കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പോൾ ഈ വാക്യത്തിൽ 2 ശുദ്ധീകരണം, ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും എടുത്തു വായിപ്പിക്കുന്നില്ല. ആന്തരിക ശുദ്ധീകരണത്തിന് തെളിവാണ് ഹൃദയങ്ങളിൽ തളിക്കണം. അങ്ങനെ ഒരു പദമുണ്ട് ഇല്ലേ? അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഹൃദയങ്ങളിൽ 22 അല്ലേ? നാം ദുർമനസാക്ഷി നീങ്ങിമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. ഹൃദയങ്ങൾ. അപ്പൊ അത് ആന്തരിക ശുദ്ധി. ഇങ്ങോട്ട് നോക്കിയേ, ഹൃദയം എവിടെ ആയിരിക്കുന്നത്? അകത്താ. ഹൃദയങ്ങളിൽ തളിക്കണം. അപ്പൊ അകത്തെ ശുദ്ധീകരണം. ഹൃദയത്തിൽ എന്തോ തളിക്കണം? ഇങ്ങോട്ട് നോക്കുക. അങ്ങനെ എഴുതിയിട്ടില്ല, എന്നെ നോക്ക. ഹൃദയത്തിൽ എന്തോ തളിക്കണം? യേശുവിന്റെ പരിശുദ്ധ രക്തം.
യേശുവിന്റെ രക്തം കൊണ്ട് മാത്രമേ വിടുതലുള്ളൂ. യേശുവിന്റെ രക്തത്തിന് മാത്രമേ വ്യാമ ശുദ്ധീകരിക്കാൻ കഴിവുള്ളൂ. ഇത് നിർമ്മല രക്തമാ, ഇത് പരിശുദ്ധ രക്തമാ, ഇത് വിലയേറിയ രക്തമാ, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ, ഇത് സംസാരിക്കുന്ന രക്തമാ, ഇത് ജയം തരുന്ന രക്തമാ. കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്, കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്, തന്റെ ജീവൻ തന്നെയാ എന്നെ നടത്തുന്നതോ, തന്റെ ജീവൻ തന്നെയാ എന്നെ നടത്തുന്നതോ, തന്നെയും തന്റെ കഷ്ടം പാടുക തൻ മരണം, തന്നെയും തന്റെ കഷ്ടം പാടുക തൻ മരണം, തൻ പുനരുദ്ധന ശക്തി കഴിഞ്ഞ് നന്നായി അനുഭവിച്ചിന്നും മണങ്ങും. കുഞ്ഞാട്ടിന്റെ രക്തമാ എന്നെ വീണ്ടെടുത്തത്, കുഞ്ഞാട്ടിന്റെ രക്തമാ എന്നെ വീണ്ടെടുത്തത്. അപ്പൊ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധ രക്തം. അപ്പൊ ആ രക്തത്താലാണ് ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുന്നത്. ഹൃദയം എല്ലാത്തിനേക്കാളും അയ്യോ, എനിക്ക് സയൻസും ഒന്നും അറിയത്തില്ല, പഠിത്തവും ഒന്നുമില്ല. കേട്ടിട്ടുണ്ട്, തെറ്റാനെ ക്ഷമിച്ച് തിരുത്തി തരണം. ഏതാണ്ട് പറയുന്നത് ഇത്രയും വലിപ്പം ഉള്ളെന്നാ പറയുന്നേ. ഇരിപ്പ് കണ്ട വലിയ കൊട്ടത്തേങ്ങാട് അത്ര ഉണ്ടെന്നും പറഞ്ഞ അല്ല, ആരാധനയ്ക്ക് വന്ന് ഇരിക്കുന്നതൊക്കെ കണ്ട മുപ്പറക്കൊട്ടയുടെ അത്ര ഉണ്ട് എൻ്റെ ഹൃദയം. അല്ല, ആ മനോഭാവം ഇത്രയും വലിപ്പമുള്ളൂ. അല്ല, എല്ലാ നേഴ്സുമാർ ഇത്തിരി ഉണ്ടല്ലോ ഇവിടെ, കാണുമല്ലോ, ഡോക്ടർമാരും കാണും. കേട്ടിട്ടുണ്ട്, തെറ്റാനെ ക്ഷമിക്കണം. എത്ര ദൃഢഗാത്രനായ ഒരു മനുഷ്യനാന്നേലും ഹൃദയത്തിന്റെ തൂക്കം അങ്ങേയറ്റം പോയാൽ 750, അത്രയും വരികയല്ല, 600, 650, അത്രയൊക്കെ വരുവുള്ളൂ. അതിൽ കൂടുതലുണ്ടോ? ഇല്ലെന്നാ പറയാന്നേ. 1.5 കിലോ ഉണ്ടോ? അത്ര ഉള്ളന്നാ. ഏതാണ്ട് 4 അറയാന്നാ. ഇപ്പൊ പറയാ അതൊത്തു, മറ്റേത് അത്ര. ഞാൻ പറഞ്ഞല്ലോ തിരുത്തണമെന്ന്. പക്ഷേ ഇത്രയും വലിപ്പമൊക്കെ ഉള്ളെങ്കിലും തന്റെ ഈ ഭാഗത്തായിട്ടായിരിക്കുന്നെങ്കിൽ എന്തെല്ലാം കുരുക്കും കുന്നായ്മയാ ഇതിനകത്ത്. അതെല്ലാം വെച്ചോണ്ടാണ് നമ്മള് ഈ വെള്ളം ഇട്ട് കയ്യും കോട്ടും എല്ലാം കെട്ടി മീശയെല്ലാം അടിച്ച് കമ്മലും മാലയും എല്ലാം കളഞ്ഞ്. നല്ല കാര്യമാണ്. ഇതെല്ലാം സാധനം ഇതിനകത്തിരിക്കുന്നത്. തുച്ഛന്തയും പകയും പിണക്കവും ഇതെല്ലാം വെച്ചോണ്ട ഗ്ലോറി, കൈകൾ വീശി ഇതെല്ലാം അകത്തിരിക്കുക. അവിടെ ഞാൻ എന്റെ വിഷയമല്ല വിട്ടേക്കാം. അപ്പൊ ഹൃദയങ്ങൾ തളിക്കണം. എല്ലാത്തിനേക്കും കപടമുള്ളതാ. ഈ ദൈവം ഇങ്ങനെ വായിക്കുന്നത്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനിൽ ഒരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനിൽ ഒരു വാദം. എന്നാൽ ദുർമതികൾ സുഖികള മേബുമതിൽ ഇടറിയ ഉള്ളം തീര തുല്യം. എന്നാൽ ദുർമതികൾ സുഖികളായി മേബും അതിലിടറിയ ഉള്ളം തീര തുല്യം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനിൽ ഒരു വാദം. അപ്പൊ ശ്രദ്ധിക്കുക, പാടാൻ നേരെ വലിയ പാഠനമൊക്കെ ഉണ്ട്. മോനുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ആശ്വാസമുണ്ട്. മോനും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്ന് ഇനിയിപ്പോ ഇറങ്ങണ്ട, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. ഇടയ്ക്ക് വരും പാട്ട്. നാട്ടിലെ ഹാർമോണിയം വായിക്കാനും ഒക്കെ ആളുണ്ട്. അത് വേറൊരു അന്തരീക്ഷമാ. ദൈവത്തിന് മഹത്വം. അത് നിൽക്കട്ടെ. അപ്പൊ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാ, നല്ല ഹൃദയം. ഇതെല്ലാത്തിനേക്കാൾ കപടമുള്ളതാ. അതുകൊണ്ടാ പറഞ്ഞത് ഹൃദയങ്ങൾ തളിക്കണം. അല്ല, ആന്തരിക ശുദ്ധീകരണം.
2 ബാഹ്യ ശുദ്ധീകരണം. അവിടെ ഒരു പദമുണ്ട്, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം എന്ന് പറഞ്ഞാൽ മിനറൽ വാട്ടറിൽ കുളിക്കണമെന്നാണോ? കുപ്പിവെള്ളത്തിൽ? പിന്നെന്തുവാ അതിന്റെ അർത്ഥം? യേശുവിന്റെ രക്തത്താലല്ലേ ഹൃദയം കഴുകുന്നത്. ശുദ്ധവെള്ളത്താൽ ശരീരം. ശുദ്ധവെള്ളം എന്നവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ വചനം. അതല്ലേ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് യോഹന്നാൻ 3 പരാമർശിച്ചത്. ആ വെള്ളം അവിടെ ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ അത് തെളിയിക്കാൻ ഒരു പാട്ടുകൂടെ, അതാ പോകരുതെന്ന് പറഞ്ഞേ. അത് തെളിയിക്കാൻ ഒരു പാട്ടിന്റെ വരി നമ്മളെല്ലാം പാടുന്നതാ. പോഷിപ്പിക്ക പത്യവചനമ ക്ഷീരത്താൽ എന്നെ പോഷിപ്പിക്ക. നിർമ്മല തോയം നിത്യം കൂടി അപ്പൊ ശ്രദ്ധിക്കുക, ആ വരി നിങ്ങൾ ശ്രദ്ധിച്ചോ. നിർമ്മല തോയം. വെള്ളം. മലയാളത്തിൽ പഠിച്ചത് ആ തോയം, സലിലം, ജലം, ഇതൊക്കെ വെള്ളമാണ്. അപ്പൊ പദം കണ്ട, നിർമ്മല തോയം എന്ന് പറഞ്ഞാൽ മായമില്ലാത്ത വചനം. ഇതിനകത്ത് കൂട്ടുചേർക്കരുത്, കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. ഉള്ളതങ്ങ് പറഞ്ഞാൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, മുഖമൊക്കെ വല്ലാതാകും, നമ്മളെ കാണുമ്പോ പെടല് വെട്ടിക്കും. പക്ഷേ അവിടെ ചെല്ലുമ്പോ പിടിക്കും. നിനക്ക് അവസരം തന്ന സന്ദർഭം ഒരുക്കിയിട്ട് എന്തിനാ നീ അതിനത് കൂട്ടുചേർത്തത്? അവരുടെ പ്രതികരണമല്ല ദൈവം ചോദിക്കുന്നത്, നീ എന്തോ പറഞ്ഞെന്നുള്ളതാ. സ്തോത്രം. ഇതിനകത്ത് മായമൊന്നും ചേർക്കാൻ പാടില്ല, കൂട്ടുചേർക്കരുത്. നിർമ്മലതോയം, മായമില്ലാത്ത, ഇതിനകത്ത് കൂട്ടുചേർക്കാത്ത ദൈവവചനം. ഇത് പറയുമ്പോൾ ഭാഗ്യശുദ്ധീകരണം ഉണ്ടാകും. അപ്പൊ ആന്തരിക ശുദ്ധീകരണം യേശുവിന്റെ രക്തത്താൽ, ഭാഗ്യശുദ്ധീകരണം നിർമ്മല വചനം പറയുമ്പം അങ്ങനെ വേണം കൊണ്ടുപോകാൻ. അത് നമുക്ക് അഭിഷേകം വിട്ടേക്കാം. അപ്പൊ ഇവിടെ വെള്ളനിലയങ്കി ധരിച്ച് കയ്യില് കുരുത്തോല. അപ്പൊ കുരുത്തോല അത് ജയത്തെ കാണിക്കുന്നതാ. ജയം. വെള്ളനിലയങ്കി അത് ജീവിത വിശുദ്ധിയാണ്. അപ്പോൾ തന്നെ അത് അത്യാവശ്യമാണ്. ഇനി മറുവശവും കൂടെ പറയാം. ഈ വെള്ളവസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടല്ലോ അങ്ങനെയൊക്കെ പ്രയോഗം. വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ, അങ്ങനല്ലേ കൊടുത്തേക്കുന്നേ? വെള്ളയ്ക്ക് വലിയ പ്രാധാന്യമില്ലെങ്കിൽ വേണേ ഇങ്ങനെ കൊടുത്താൽ മതി, വസ്ത്രം കൊടുത്ത 2 പുരുഷന്മാരെന്ന് പറഞ്ഞാൽ മതി, ഏതായാലും ആയിക്കോട്ടെ. അല്ലെ നാടൻ ഭാഷ പറഞ്ഞാൽ തുണി കൊടുത്ത 2 അങ്ങനെ പറഞ്ഞാൽ മതി. തുണി കൊടുത്ത 2 പേര്. അങ്ങനെ അല്ലല്ലോ എഴുതിയേക്കുന്നേ. പിന്നെ എങ്ങനെയാ? അല്ലല്ല, അത് വേറെ. ലൂക്കോസിൽ വെള്ളവസ്ത്രം ധരിച്ച, ഇവിടെ എണ്ണിക്കൂടാത്ത പുരുഷാരം, ജയിക്കുന്നവന് വെള്ളയുടുപ്പ്. അവര് വെള്ളയുടുപ്പ് ധരിച്ച് എന്നോട് കൂടെ നിങ്ങളാരും ഇത് അംഗീകരിക്കുകയല്ലെന്ന് എനിക്കറിയാം. അത് ഉന്നം വെച്ച് തന്നെ ഞാൻ പറയുന്നത്. കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടിട്ടാനം നാമോടാർത്തിടുന്നു. കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടിട്ടാനം നാമോ ചേർന്നിടുമേ വേഗം ഞാനും നീ ചങ്ങാനം നീ ചേർന്നിടുമേ വേഗം ഞാനും നീ ചങ്ങാനം. അതെ, ഞാൻ ആ ഭാഗമെല്ലാം വിടുക, തൊടുന്നില്ല. ദൈവത്തിന് മഹത്വം.
വരാം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഇവിടെ ഈ യൂദ കൊടുത്തിരിക്കുന്ന പ്രയോഗം തന്റെ താഴ്മയെയും വിനയത്തെയൊക്കെ കുറിക്കുക. ഇടയ്ക്കത്തെ ഭാഗമല്ല ഞാൻ അങ്ങ് വിടുക. ഒന്നാമത്തെ വാക്യത്തിൽ ഒന്നാം വാക്യം ഒന്നുകൂടെ വായിച്ച യൂദ 1. യേശുക്രിസ്തുവിന്റെ ദാസൻ പരിചയപ്പെടുത്തുക. തന്റെ മനോഭാവമാണ്. യേശുക്രിസ്തുവിന്റെ മനോഭാവം നല്ലതാ. യേശുവിന്റെ ബ്രദറാണൊന്നും പറഞ്ഞില്ല. നമ്മളായിരുന്നെ ആദ്യം അതേ പറയൂ എന്നുള്ളത്. നമ്മൾ അതേ പറയൂ. യാക്കോബിന്റെ കാര്യം നമ്മൾ അങ്ങനെയാണെന്നില്ല മനുഷ്യ പ്രകൃതി. കാശും പുത്തനും ഇച്ചിരി ചുറ്റുപാടുമൊക്കെ ഉള്ളവരെയാണ് നമ്മൾ ബന്ധം പിടിക്കും. ഇല്ലാത്ത ബന്ധം നമ്മൾ പിന്നെ ആരാ എന്റെ ബ്രദറാ ഏത് എങ്ങനെയാ ബന്ധം ബ്രദറാ അല്ലെ പുള്ളി നിങ്ങൾ തമ്മിലുള്ള നമ്മൾ ഇടഞ്ഞു ചോദിച്ചാ അത് എൻ്റെ വല്യമ്മച്ചിയും പുള്ളിയുടെ വല്യമ്മച്ചിയും എൻ്റെ വല്യമ്മച്ചിയും പുള്ളിയുടെ വല്യമ്മച്ചിയും ഒരു ക്ലാസ്സിലാണ് പഠിച്ചത്. ബന്ധമാണ്. പിന്നെ ഈ പറഞ്ഞ പുള്ളി നല്ല പൊസിഷനിലാണ്. അതേസമയം സ്വന്തം അനിയൻ അല്പം ഗതികേടാണ്. നമ്മളൊക്കെ ജോർജ് കുട്ടി ഏത് ജോർജ് കുട്ടി ജോർജ് കുട്ടിയോ എവിടാ ജോർജ്? ഇരുനിറക്കാരനാണോ? അല്ല വെളുത്ത ജോർജ്. ഫിലഡൽഫിയയില ഇവിടെ ഫിലഡൽഫിയയിൽ ഐ ഡോണ്ട് നോ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? അതാ അല്ല ചിരിച്ച ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാ. പക്ഷെ അവന് വലിയ കാശും പുത്തനും ഇല്ല. അതുകൊണ്ട് ജോർജ് കുട്ടിയെ അറിയത്തില്ല. മറ്റവൻ നല്ല പൊസിഷൻ. അതുകൊണ്ട് പറയേ എന്റെ കസിനാണ്. ആരുടെ കുസിൻ? അയ്യോ മനുഷ്യന്റെ എല്ലാം പ്രകൃതം ഇതാ, മനോഭാവം ഇതാ അല്ലേ? നമ്മുടെ ഒപ്പം സ്റ്റാറ്റസ്, ജോലി, സാലറി, വീട് ഉണ്ടെങ്കിൽ കയ്യും കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിച്ച് ഭക്ഷണോ പറ എന്നാ മിണ്ടായിരിക്കുന്നേ? തന്നെ എന്നാൽ സ്വന്തം സഹോദരൻ സ്വന്തം സഹോദരി ഈ നിലയിൽ അല്ലെങ്കിൽ വലിയ താല്പര്യവും ആട്ടെ. യൂദായുടെ മനോഭാവം താഴ്മ കാണാൻ. യേശുക്രിസ്തുവിന്റെ ദാസന അതിനെ എന്ത് പറഞ്ഞാലും ചെയ്യാൻ നിൽക്കുക. എന്ത് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചൊക്കെ ജീവിച്ചു അങ്ങനെ നിൽക്കുക. ഇനി തന്റെ ആ മനോഭാവത്തിന്റെ വേറൊരു എല്ലാം പറയാൻ ഒക്കത്തില്ല കേട്ടോ. എങ്കിൽ പറയാവുന്നിടത്തോളം പറയാം. ആ മനോഭാവം 3-4 വാക്യത്തിൽ കൊടുത്ത ഒരു പദമുണ്ട്, പൊതുവിലുള്ള രക്ഷ. അങ്ങനെ എഴുതിയേക്കുന്നത്. ഒന്ന് വായിച്ചേ. പൊതുവിലുള്ള രക്ഷ. നമുക്ക് പൊതുവിലുള്ള രക്ഷ. ആ മനോഭാവം പറയാം. യേശുക്രിസ്തുവിന്റെ ബ്രദറാകുന്ന എനിക്കൊരു പ്രത്യേക രക്ഷയും നിങ്ങൾക്ക് വേറൊരു രക്ഷയെന്നല്ല അതിന്റെ ആശയം. പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷ. അതാ ഞാൻ പാസ്റ്ററുടെ അനിയനാ. അതുകൊണ്ട് എനിക്ക് അല്പം സ്വാധീനം ഇവിടെ. ഞാൻ ഇന്നയാടെ മകനാ മകളാ അല്ലെ അനിയത്തിയാ ചേടത്തിയാ. അതുകൊണ്ട് എനിക്ക് കുറച്ചേറെ എന്നാ എല്ലാരും കടത്തുവെള്ളം മുങ്ങിയതുപോലെ ഇരിക്കുന്നേ. ഞാൻ യേശുവിന്റെ ബ്രദറാ. നിങ്ങള് ഈ കൃപയിൽ വന്ന ദൈവമക്കളാ. നമുക്കെല്ലാം രക്ഷ ഒന്നാ. എല്ലാവരും അരശക്കേലിനാ. എല്ലാവരും വീണ്ടെടുത്തത് പരിശുദ്ധ രക്തത്താലാ. ഏറ്റക്കുറച്ചില്ലെന്ന് അവൻ നിങ്ങൾക്ക് എനിക്കൊരു പ്രത്യേക രക്തവും ഞാൻ യേശുവിന്റെ ബ്രദർ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേക സ്വാധീനം. എനിക്ക് നിങ്ങൾക്ക് വല്ല പൊതുവിലുള്ള രക്ഷ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മഹത്വരാജനായി നിന്നിലേക്കുന്ന എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ ആ വാഗ്ദത്തം പോലവൻ ഇന്നിവ
സത്യമൊക്കെയും അനുതാപത്തോ ഏറ്റു പറയുവീ. വാഗ്ദത്തം പോലെ പാപം പോക്കിനു നിൻ രോഗം നീക്കിനു. പാപം പോക്കിനു നിൻ രോഗം നീക്കിനു. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മഹത്വരാജനായി നിന്നിലേക്ക് എഴുന്നള്ളിയിടട്ടെ. ആമേ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ. ഓ മഹത്വരാജനായി നിന്നിലേക്ക് ഇന്നവൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. അപ്പൊ തന്റെ മനോഭാവം നോക്കിയേ. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ദാസൻ, വിനയം, വിധേയത്വം. രണ്ട്, രക്ഷയെ പറ്റി പറഞ്ഞു. എനിക്ക് നിങ്ങൾക്ക് വല്ല ഒരേ രക്ഷ തന്നെ. ഞാൻ യേശുവിന്റെ കുടുംബത്തിലെ ആളാ, അനിയനാ അല്ലെ ബ്രദറാന്നോർത്ത് എനിക്ക് പ്രത്യേക പരിഗണനയൊന്നും ഇല്ല. നമ്മുടെ മനോഭാവം അതായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അനുഗ്രഹമാണ്. അത് ഭാഗം വിട്ടേക്കാം. ഒത്തിരി കാര്യം പറയണമെന്ന് ഹൃദയത്തിൽ ഇങ്ങനെ താല്പര്യമുണ്ട്. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് പറയാൻ എനിക്ക് തോന്നുന്നുമുണ്ട്. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ആട്ടെ. എന്തായാലും ദൈവത്തിന് മഹത്വം. ഈ ലേഖനം വളരെ ആഴമേറിയ ലേഖനമാണ്. ഇനി തുടക്കത്തിലേ പറഞ്ഞിരിക്കുന്ന പോരാടണമെന്നാ. പോരാടണം. എന്തിനു പോരാടണം? വിശ്വാസത്തെ ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി. അതിനാ പോരാടണ്ടേ. അതിനാ ഒരിക്കലായി. ഇത് ആഴ്ച മാറ്റുന്ന ഉപദേശമല്ല. അമേരിക്ക വന്നച്ച് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ മാറ്റുന്ന ഉപദേശം അല്ല. അല്ല കേരളത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ മാറിയ ഉപദേശം അല്ല. അല്ല അങ്ങനെയൊക്കെ മാറ്റുന്നവരും മാറിയവരും ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നവരും ഉണ്ടെന്ന്. കേരളത്തിൽ വെച്ച് പറഞ്ഞ് ഇടരുതെന്ന് ഇവിടെ വന്നപ്പം ഇടുന്നു. മാറിയില്ല. വിമാനത്തെ കയറിയപ്പോഴാന്ന് തോന്നല്ലയോ. കേരളത്തിൽ എല്ലാവരുടെയും കാര്യമല്ല. കേരളത്തിൽ വെച്ചേ പഠിപ്പിച്ചു. കണ്ണെഴുതരുത്, ബിരിയം പഠിക്കരുത്, മറുക് കൂത്തരുത്, നഖത്തേലടിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും അങ്ങ് കുഴിനഖമാ. ഇതിന് വീണ്ടും കുഴിനഖം. അതാണ് നമുക്ക് വിഷയം വിട്ടൊക്കെ മുഖമൊക്കെ വല്ലാതാകുന്നു. വെറുതെ ആലോക്യമൊന്നും വേണ്ട. ഇത് ആഴ്ചയാഴ്ച മാറ്റുന്ന ഉപദേശമല്ലെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ മാറുന്ന ഉപദേശമല്ല. ഇത് ഒരിക്കലായി പരമേൽപ്പിച്ചതാ. അപ്പം ആ ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ആര് പോരാടണം? അവിടെ 3 പദമായി എഴുതിയേക്കുന്നത്. അവരാ പോരാടേണ്ടത്. ഒന്ന്, വിളിക്കപ്പെട്ടവർ. 2, സൂക്ഷിക്കപ്പെട്ടവർ. 1-ാം വാക്യം വായിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ട. അപ്പം ആരാ പോരാട? എല്ലാരും അല്ല പോരാടേണ്ടത്. സ്നേഹിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും സൂക്ഷിക്കപ്പെട്ടവരുമായവര് വേണം പോരാടാൻ. അവര് പോരാടിയെങ്കിലേ വിജയം ഉണ്ടാകൂ. അടുക്കടുക്കായിട്ട് പോകേണ്ടതാ. എന്തിനു വേണ്ടി പോരാടണം? ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതായത് ഇതിലെ പ്രധാന വിഷയം. ഇനി രക്ഷ എന്ന വിഷയം എഴുതാനാ യൂദ തുനിഞ്ഞത്. പൊതുവിലുള്ള രക്ഷ എന്താണ്? രക്ഷ എങ്ങനെയാണ് രക്ഷ? ആര് രക്ഷിക്കപ്പെടണം? ആരാ രക്ഷിതാവ്? രക്ഷയുടെ വിശേഷത, രക്ഷയുടെ ഭദ്രത, രക്ഷ നഷ്ടപ്പെടുമോ, രക്ഷ നഷ്ടപ്പെടുകയില്ലോ, രക്ഷയുടെ ത്രികാലങ്ങള്, രക്ഷയുടെ വിശേഷത, രക്ഷ എന്ന് പറയുകൊണ്ട് ഇതൊക്കെ അടുക്കടുക്കായിട്ട് പറയാൻ ആ പുള്ളി താല്പര്യപ്പെട്ട് തുനിഞ്ഞ് ഒത്തിരി പ്രയത്നിച്ചു. പക്ഷേ പൊതുവിലുള്ള രക്ഷ എന്ന വിഷയം എഴുതാൻ ആഗ്രഹിച്ചപ്പോൾ മനസ്സിലായി അത് എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. കാരണം ഇത് എഴുതാൻ ആരംഭിച്ചപ്പം ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് കേറി. അവര് കേറിയതിന്റെ പദം നുഴഞ്ഞു കേറിയെന്ന, അങ്ങനല്ലയോ ഒരു പദം? വായിച്ചേ.
തന്നെ വായിക്കാന്ന് ഉറക്കെ വായിക്കും. അപ്പൊ ഇത് നുഴഞ്ഞു വന്നു. ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ, നുഴഞ്ഞ്. ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിലൊക്കെ മനോരമ വായിക്കുമ്പം ചില ദിവസങ്ങളിൽ ഹെഡിങ് ഇങ്ങനെ അവര് കൊടുത്തേക്കുന്ന പാകിസ്ഥാൻ സേന നുഴഞ്ഞു കയറി. ചിലപ്പോ കാണും പലസ്തീൻ സേന കമ്പിമുള്ളിനിടയിൽ കൂടെ. ഉദ്ദേശം നല്ലതല്ല. പാകിസ്ഥാൻകാര് ഇന്ത്യ വരികയാണെങ്കിൽ കമ്പിവേലിയുടെ ഇടയിൽ കൂടെ ആണോ വരണ്ടേ? അല്ല, ഇന്ത്യ ഗേറ്റ് ഉണ്ട്, ചുമതലപ്പെട്ടവരെ അറിയിക്കണം. അപ്പൊ അതിന് നടപടിക്രമങ്ങളുണ്ട്. അത് സ്വീകരിച്ച് മേടിച്ച് സല്യൂട്ട് ചെയ്ത് അതിന്റെ ഔദ്യോഗിക ബഹുമതിയോടല്ലേ വരണ്ടേ? അങ്ങനെ വരണ്ടേ, അങ്ങനെ പോകണ്ടേ. അതാ ശരിയായ റൂട്ട്. ആരുമില്ലാത്ത നിമി കമ്പിവേലിയുടെ ഇടയിൽ കൂടെ കയറിയ ഇന്ത്യക്ക് ഗുണം വരുത്താൻ വരുമല്ലോ, ഇന്ത്യയെ മുടിക്കാൻ വരിക. ഇത് തന്നെ സഭയ്ക്കകത്ത് വരുന്നത്. സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറ്റക്കാർ വരുന്നത് സഭയെ നന്നാക്കാനല്ല, സഭയെ ശക്തിപ്പെടുത്താനുമല്ല, മുടിച്ചു കളയാനാ വരുന്നത്. അതോ നുഴഞ്ഞു വന്നു. ഈ യൂദായി ലേഖനം എഴുതുന്ന, യൂദായും പത്രോസും യോഹന്നാന്റെ ചില ലേഖനങ്ങളും ഒക്കെ ഏകദേശം അടുത്തടുത്ത കാലത്തൊക്കെ എഴുതിയതാ. എന്നാലും യൂദ എഴുതാൻ നേരത്ത് ഇത് അകത്ത് കയറി ഓൾറെഡി ഉണ്ട്. പത്രോസ് ഒരു മുന്നറിയിപ്പ് കൊടുത്തായിരുന്നു, ഇവര് കയറാൻ സാധ്യത ഉണ്ടെന്ന്. 2:1 വായിച്ച പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം വായിക്കും പെട്ടെന്ന്. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് നേരത്തെ പ്രവാചകന്മാരുടെ കാര്യ, പുതിയ നിയമത്തിലെ അല്ല, പണ്ടുണ്ടായിരുന്നു. പണ്ട് യഹോശാഫാത്ത് സംബന്ധം കൂടി വെച്ച് പറഞ്ഞു, നമ്മൾ ചാപ്പാടുമൊക്കെ നല്ല പെരുക്കി. ആകാ പറഞ്ഞു, ഞങ്ങൾ ശമരിയയിലെ രാമത്തിലോട്ട് പോയി ഞങ്ങളുടെ കൂടെ വരാമെന്ന്. കഴിച്ചെങ്ങനെ പുള്ളി വരികയെന്ന് മുഖത്ത് നോക്കി. കാരണം നല്ല ഭക്ഷണം, മട്ടൺ ഫ്രൈ ആണോ എന്നറിയത്തില്ല, മട്ടൺ കൊടുത്തു. ഫ്രൈ ആണോ ചാപ്സ് ആണോ? മട്ടൺ ഇല്ലായിരുന്നോ അമ്മാമേ? അമ്മാമയ്ക്ക് അറിയത്തില്ലേ? പുസ്തകത്തിലുണ്ടല്ലോ മട്ടൺ. വായിക്കുവാ. ഞാൻ വചനത്തിൽ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ന്റെ 1, 2, 3 മട്ടൺ ഉണ്ടെന്നുണ്ട്. ചാംസ് ആണോ മട്ടൺ ഒലത്തിയതാണോ എന്ന് എനിക്കറിയത്തില്ല. 18-ന്റെ അവൻ ആകാവുമായിട്ട് സംബന്ധം കൂടി ചില സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ യഹോശാഫാത്ത് അവൻ ശമര്യയിൽ ആഹാബിന്റെ അടുക്കൽ ചെന്നു. അടുത്തത് ആഹാബ് അവനും കൂടെ ഉണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആടുകൾ. അപ്പം മട്ടൺ ഉണ്ടായിരുന്നു. മതി ഉണ്ടായിരുന്നു. അത് ഫ്രൈ ആണോ എന്തുവാണെന്നും എനിക്കറിയാൻ മേല. അമ്മാമ ഇപ്പോഴാണ് അത് കാണുന്നെന്ന് തോന്നുന്നു. മട്ടനെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ശാപ്പാടും എല്ലാം കൂടെ കടിച്ചു കഴിഞ്ഞപ്പം യഹോശാഫാത്തിനോട് ആകാ പറയാ, ഞങ്ങൾ ശമര്യയിലെ രാമോത്തിലോട്ട് പോവാ, വരാവോ എന്ന്. കഴിച്ചെങ്ങനെ മുഖത്ത് നോക്കി? ഒരു മര്യാദ വേണ്ടേ? പുളിശ്ശേരിയും തോരനും വന്നേ പിന്നെയും പറയാമായിരുന്നു, ഞാൻ ഇച്ചിരി ബിസിയാണ്. മട്ടൻ അടിച്ചെങ്ങനെ പുള്ളി കടിച്ചെങ്ങനെ വരികയെന്ന് പറഞ്ഞത്? ഈ വരാമെന്നോ വരികയെന്നോ നല്ല പറഞ്ഞത്. വേറൊരു കാര്യമുണ്ട്, പുള്ളിയുടെ ഡയലോഗ് കേട്ടോ. അയ്യോ, ഞാനും നീയും എന്റെ ജനോ നിന്റെ ജനോ ഒരുപോലെ ഇരിക്കുക. ഇപ്പൊ അങ്ങനെ ആണല്ലോ. പെന്തിക്കോസ് വേല, സമുദായ വേല തിരിച്ചറിയത്തില്ലല്ലോ. അറിയാമോ? സൺഡേ ഇവിടെ കേറുമ്പോൾ അയ്യോ നമ്മുടെ സഭയിലെ ആയിരുന്നു, ചന്തയിൽ നിന്നപ്പോ പിടി കിട്ടിയില്ല. ഗുണ്ട നിൽക്കുമ്പോൾ അവിടെ പിടി കിട്ടുന്നില്ലല്ലോ. നീ ജോലി സ്ഥലത്താണേലും വീട്ടിലാന്നേലും ചർച്ച വന്നാലും നാട്ടിലാന്നേലും നീ ഒരു ദൈവഭക്തനാണ് കാണുന്നവന് മനസ്സിലാകണം. സൺഡേ വന്ന് സ്റ്റേജിൽ കയറുമ്പോ മാത്രം ഞാൻ എന്നെ പ്രതിയാക്കിയ പുള്ളി പറയാ, അയ്യോ ഞാനും നീയും എന്റെ ജനോ നിന്റെ ജനോ ഒരുപോലെ. നമ്മൾ വരും തമ്മിൽ ഇപ്പൊ എന്നാ വ്യത്യാസം? അവിടെ ഉള്ളതല്ല എന്തോ വ്യത്യാസമല്ല. നിങ്ങൾ 1-2 വ്യത്യാസം എന്ന് പറഞ്ഞ എനിക്കൂടെ ഒന്ന് അറിയാനാ.
അവിടെ ഇപ്പൊ ഹല്ലേലൂയ ഉണ്ട്. നമ്മൾ പിന്നെ തുടക്കത്തിൽ 2 ഹല്ലേലൂയ, ഒടുക്കം ഇനി 2 എണ്ണം പറയും. മറ്റവര് ഹല്ലേലൂയ 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 ഹല്ലേലൂയ, നമ്മളെക്കാളും കൂടുതൽ. അതെ, അല്ല അവിടെ ഉള്ളതല്ല ഇവിടെ ഉണ്ടെന്ന് ഇപ്പം. അതെ, ചുരുക്കി പറഞ്ഞ എന്നാ പോകാന്ന് പറഞ്ഞു വെച്ചു. ഇവിടെ പ്രവാചകന്മാര് വല്ലവരും ഉണ്ടോന്നോ? 400 എണ്ണം തിന്നു കൊഴുത്ത് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു, പ്രവചിച്ചപ്പം പറഞ്ഞു ഞങ്ങൾ ശമരിയിലെ രാമോത്തി പോവാ, പൊക്കോട്ടെ. അപ്പം സിദക്കിയാവ് ആ മുമ്പേ വരുന്ന പറഞ്ഞു ഒരു കുഴപ്പമില്ല, പൊക്കോ, വിടുതലാന്ന്. പുറകെ വന്ന 399 എണ്ണോ ഇതുപോലെ. അതാ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നെന്ന്. അവസാനം യഹോശാഫാത്ത് ചോദിച്ചടാ കാര്യമായിട്ട് പറയാൻ പറഞ്ഞു, ഇവിടെ യഹോവയുടെ പ്രവാചകന്മാർ വല്ലവരും ഉണ്ടോ? അന്നേരം പറഞ്ഞ ഇനി ഒരുത്തനുണ്ട്. ആരാ? അത് ഇമ്ളയുടെ മകനായ മീഖായാവ്. അതിന് എനിക്ക് പുള്ളിയോട് വലിയ താല്പര്യമില്ല. അയാൾ എന്നെ പറ്റി നല്ലതൊന്നും, ഇയാൾ നല്ലതൊന്നും ചെയ്യുന്നില്ലല്ലോ. നല്ലത് ചെയ്താലല്ലേ നല്ലത്. ചുരുക്കി പറഞ്ഞാൽ കള്ളപ്രവചനം നടത്തി. പത്രോസ് ഈ കാര്യം പ്രാരംഭത്തിൽ സൂചിപ്പിച്ചു. എന്നാൽ കള്ളപ്രവാചകന്മാരും നിങ്ങളുടെ ഇടയിൽ അടുത്തത് അതുണ്ടായിരുന്നു. നേരത്തെ അടുത്തത് അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അപ്പം കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നു. ഇനി അടുത്ത് പറയാ ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. ഇനി വന്നു യൂദ എഴുതാന്നിടത്ത് വന്ന് നുഴഞ്ഞു കയറി. ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം അങ്ങ് നിർത്താം. പൗലോസ് എഫെസോസിൽ 3 കൊല്ലം വേല ചെയ്തു. 3 കൊല്ലം. അതുകൊണ്ടായിരിക്കും പാസ്റ്റർമാരെയൊക്കെ 3 കൊല്ലം. എന്റെ ചിന്തയാ 3 കൊല്ലം ഇരുത്തുകയാണല്ലോ. നിങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾ പാസ്റ്ററെ 3 കൊല്ലം ഇവിടെ ഇരുത്തി. ആട്ടെ, ഈ 3 കൊല്ലത്തെ വേല നന്നായിട്ട് വേല ചെയ്തവിടെ എഫെസോസിലെ. അവിടുന്ന് പോകാൻ നേരത്ത് പുള്ളി സെന്റ് മീറ്റിങ്ങിന് പറഞ്ഞു, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ നിങ്ങളോട് കൂടെ എങ്ങനെ ഇരുന്നെന്നും വളരെ താഴ്മ. അങ്ങനെ എഴുതിയേക്കണം, വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 19 മുതലല്ലേ കണ്ണിക തുടങ്ങുന്നത് മുതൽ. കണ്ടിവിടെ, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചുവെന്നും പ്രയോജനങ്ങളൊന്നും മറച്ചു വെക്കാതെ വീട് തോറും പരസ്യമായി നിങ്ങളോട് പ്രസ്താവിച്ചു. ഇപ്പോഴോ ഞാൻ യെരൂശലേമിലേക്ക് കടന്നു പോകുന്ന കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പ്രസ്താവിക്കുന്നതല്ലാതെ എന്തുവാ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വലിയേറതായിട്ട് എണ്ണുന്നില്ല. ദൈവകൃപയുടെ ഓട്ടവും കർത്താവ് നിന്ന് ശുശ്രൂഷയും ദഹിക്കണമെന്ന് എനിക്കുള്ളൂ. താഴോട്ട് ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 3 കൊല്ലത്തെ വേല, ആ 3 കൊല്ലത്തെ വേല എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. കണ്ടവരോട് ചന്തസ്ഥലത്തെ വഴിവക്കത്തെ പുഴവക്കത്തെ മെനക്കെടാതെ വീട് തോറും പരസ്യമായി രഹസ്യമായി ചെറിയവരോടും വലിയവരോടും. ഇവിടുത്തെ രീതി അറിയത്തില്ല. നാട്ടിലൊക്കെ നമ്മളൊക്കെ എല്ലാവർക്കും അങ്ങ് ആത്മഭാരമാ. അയ്യോ ഭയങ്കര ഭാരമാ എല്ലാവർക്കും. ഭാരം അങ്ങോട്ട് കയറിയിട്ട് ഒരു തെളിവ് തരാം. തന്നെത്താൻ ചോദന ചെയ്താൽ മതി. നാട്ടിലൊക്കെ ഉണ്ട് ഗോസ്പൽ ടീം തന്നെ എല്ലാവരുമായിട്ട് യോജിക്കത്തും. രാവിലെ കുറച്ച് ട്രാക്ട് വല്ല അടിച്ച്, അത് തെറ്റാന്നല്ല ചെയ്തോണം, അടിച്ച് ട്രാക്ടിന്റെ പേര് തമ്പിയുടെ ഹൃദയം. എന്തിനാ തമ്പിയുടെ ഹൃദയം ആക്കുന്നേ? തകരുന്ന കപ്പൽ നീ എങ്ങോട്ട്? ട്രാക്ടിന്റെ നല്ല ട്രാക്ടുകളാ. തലക്കെട്ട്. അപ്പൊ ഇതുമായിട്ട് പോകാൻ നേരത്ത് 2 പേര്, ഉദാഹരണമാണേ, ആത്മഭാരത്തിന്റെ ഒരു കാര്യം പറയാ. അങ്ങോട്ട് പോകുമ്പം കൂടെയുള്ള ഉപദേശിയോ സഹോദരന് പറയും, ബേബി നമുക്ക് ആ വീട്ടിൽ കയറാം, വലിയ വീടാ. കൂടെ അവർ നമ്മുടെ കൂടെ വരികയല്ല. നമുക്കൊന്ന് കയറാം, പട്ടി കാണും. പട്ടി ഉണ്ടെങ്കിലും പൂട്ടി കിട്ടിയ കാര്യം, നമുക്കൊന്ന് കയറാം. എന്നെ അവര് നമ്മുടെ കൂടെ അവര് സ്വർഗീയ വരുന്ന തങ്കുവിന്റെ കൂടെ നമ്മുടെ കൂടെ വരിക. പിന്നെ മറ്റേ പുള്ളി പക്ഷെ കയറാൻ വന്നാൽ നമ്മുടെ സഭയ്ക്ക് ഒരു അസറ്റായിരുന്നു. വന്നാൽ നമ്മുടെ സഭയ്ക്ക് മനസ്സിലാകാഴിയാന്നോ? വന്നാ അസറ്റാ. പക്ഷെ മതിലുമൊക്കെ
BMW 3 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മനോഗതിയായി പറഞ്ഞു. വരികയല്ല. ഇല്ലല്ലേ? ഓ എന്നാ വാ. പിന്നെ അങ്ങോട്ട് നടക്കുമ്പം അണ്ട റോഡ് സൈഡിലെ പുറംപോക്കിലെ ചെറിയ വീട് വെച്ച് ഓല കൊണ്ടോ പനമ്പ് കൊണ്ടോ പനയോല കൊണ്ടോ ചെറിയ ഈ പഞ്ഞിപ്പലക അടിച്ച വീട്, ഒരു മുറി ചെറിയത്. അണ്ണ പറയാ, ബേബി നമുക്ക് അങ്ങോട്ട് കയറാം. അത് നിങ്ങൾ വന്നിട്ടും വലിയ കാര്യമൊന്നും. ഇതാണ് നമ്മുടെ ആത്മഭാരം. മിണ്ടുന്നില്ലല്ലോ. മറ്റവര് വന്ന സഭയ്ക്ക് അസറ്റാ, ഇവര് വന്നിട്ട് വലിയ. ഞാൻ പറഞ്ഞത് അച്ചായന് മനസ്സിലായോ? മനസ്സിലായേ? നമ്മളെ ഒന്ന് ശോധന ചെയ്യ്. ആരെയും വ്യക്തിഹത്യ ചെയ്തതല്ല. നമ്മുടെ മനോഗതി ഇന്ന് പകൽ എല്ലാവരും ചിന്തിച്ചോണം. ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിക്കാം. ഞാനിനി സമയം പോയി, സോറി, ദൈവത്തിന് മകത്ത് അങ്ങോട്ട് പോകണമല്ലോ. നിങ്ങളെനിക്ക് കാണിച്ച എല്ലാ കൂട്ടായ്മയ്ക്കും നന്ദി. എനിക്ക് വചനം പ്രസംഗിക്ക് ഇങ്ങനെ ഇത്രയും തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഒത്തിരി നന്ദി. സഭയ്ക്കും നന്ദി. അച്ചായൻ്റെ വീട്ടിലാണ് താമസിച്ചത്. എല്ലാ സഹായത്തിനും സഹകരണത്തിനും നന്ദി. അമ്മാമ്മയും ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ സഭയെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഒരാളെ ഒന്ന് പരിചയപ്പെടണം. കാരണം തിരുവല്ല സഭ തുടങ്ങിയ സമയത്ത് സഹായം ചെയ്യുകയും ഭക്ഷണമൊക്കെ തന്ന ഇറ്റാർസി കുര്യൻ തോമസ് പാസ്റ്ററുടെ മകനും ഫാമിലി. ആരാ? ഇതാ വന്നപ്പോഴേ പുള്ളി സ്വോത്ര കാഴ്ച തന്നു. നമ്മൾ നമ്മെ കണ്ടിട്ടില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം. നിങ്ങളുടെ എല്ലാ കൂട്ടായ്മകൾക്കും നന്ദി. നാട്ടിൽ വരുമ്പോൾ അവസരം കിട്ടുകയാണെങ്കിൽ സഭായത്തിന് വരാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. തിരുവല്ലായിൽ ആ നമ്പരും ഒക്കെ ഇവരുടെ ഉണ്ട്, അച്ചാൻ്റെയിലുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ വരവിനൊരുങ്ങാം. വിശ്വസ്തരായി വിശുദ്ധരായി ജീവിച്ച് നിത്യതയിലെത്തുവാൻ ദൈവം ഏവർക്കും കൃപ നൽകട്ടെ.